تلقاء كاذمة وأومض البرق في ظلماء من إظام فما لعينيك إذ قلت كفوفها متى وما لقلبك إذ قلت استفق يهيمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب الصب أن الحب منكتم ما بين منسجم منه ومضطرب لولا الهوى لم تريق دمعا على طلالي ولا أرقت لذكر الباني والعالم صل وسلم دائما أبدا على حبيبك خير الخلق كلهم فكيف تنكر حبا بعدما شهدت به عليك عذول الدمع والسقم وأثبت الوجد خطي عبرة وضنا مثل البهار على خديك والعالم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نعم سرى طيف من أهوى فأروقني والحب يعترض لذاتي بالآلام يا لائمي في الهبل عذري معذرة مني إليك ولو أنصبت لم تلومي عادتك حالي لا سري بمستتري عن المشاة ولا دائي بمنحسمي محضتني النصح لكن لست أسمعه إن المحب عادي العذال في صمامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إني اتهمت نصيح الشيب في عذابه والشيب أبعد في نصح عن التهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിലെ അനുഗ്രഹീതമായ തിങ്കളാഴ്ച രാവിൽ മുഅ്മിനീങ്ങളായ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടുക വലിയ പ്രതീക്ഷയുള്ള ഒരു ഒത്തുകൂടലാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹജനങ്ങൾ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അൻവർക്ക പറഞ്ഞു, ഷാഫി എന്ന പ്രവർത്തകന്റെ സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി എന്ന്. അവരടക്കം എല്ലാവരുടെയും ഖബറടങ്ങൾ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ കൊണ്ട് ഏത് ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്? എന്തുകൊണ്ടാണ് റമദാനിൽ അല്ലാഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? റമദാനിന്റെ വിശേഷം എന്താണ്? വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് നിരവധി ഉലമാക്കളിൽ നിന്ന് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഉണർത്തുന്നത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആത്മീയമായ പുരോഗതി ഉണ്ടാവാനും വേണ്ടിയാണ്. പരിശുദ്ധ റമദാൻ നോമ്പെടുത്തുകൊണ്ട് ഉപവാസത്തിൽ കഴിയണം എന്ന് പറയുന്നതിന് മുമ്പ് റമദാനിന്റെ വിശേഷം എന്താണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. നോമ്പെടുക്കുന്ന മാസമായതുകൊണ്ട് ഖുർആൻ ഓതണം എന്നല്ല. റമദാൻ മാസത്തിന്റെ വിശേഷം അത് ഖുർആൻ അവതരിച്ച മാസമാണ്. അവിടെ നിർത്തുന്നില്ല. ആ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് പറയുന്നു, ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ആ ഖുർആൻ മനുഷ്യർക്ക് വഴികാട്ടിയാണ്. ആ മാർഗത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചു തരുന്ന പവിത്ര ഗ്രന്ഥമാണ്. ശരിയും തെറ്റും വേർതിരിച്ച് പറഞ്ഞു തരുന്ന മഹത് വേദമാണ് ഖുർആൻ. അപ്പോൾ എങ്ങനെയാണ് ഖുർആനിനെ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ഈ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയെല്ലാമുള്ള ഖുർആൻ അവതരിച്ച മാസത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ, ഈ മഹത്വങ്ങളുള്ള മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ എന്ന്. അപ്പൊ ഈ റമദാനിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഖുർആനിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുക എന്നാണ്. എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒന്ന്, ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അൽ കലാമുൽ മുനസ്സലു അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതഅബ്ബദു ബിതിലാവതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിച്ച, അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത കലാമാണ്. അൽ മുതഅബ്ബദു ബിതിലാവതിഹി
അതിൻ്റെ പാരായണം തന്നെ ആരാധനയാണ്. എന്നാൽ ഖുർആൻ ഹുദയായി നമ്മളിലേക്ക് ചേരണമെങ്കിൽ ഖുർആനിൻ്റെ ഉള്ളറകളെ കുറിച്ച് നമ്മൾ അറിയണം. ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം. ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോഴാണ് ഖുർആൻ നമ്മളിലേക്ക് ഹുദയായി പരിവർത്തിക്കുന്നത്. ഒരു ദിവസം മഹാനരായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത് തങ്ങൾക്കല്ലേ, എന്നിട്ട് ഞാൻ ഓതി കേൾപ്പിക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്കത് കേൾക്കാൻ പ്രത്യേക താല്പര്യമുണ്ട്, എനിക്ക് കേൾക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധാപൂർവം ഖുർആൻ കേട്ടിരിക്കുകയാണ്. അവസാനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യകുലത്തിനും സാക്ഷിയായി തങ്ങൾ ഹാജരാക്കപ്പെടും എന്ന ആശയമുള്ള ആയത്തെത്തിയപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കേട്ടത് അതിന്റെ ആശയത്തിലേക്ക് ആലോചിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അല്ലെങ്കിൽ അല്ലാഹുവിന്റെ വചനത്തിന്റെ പൊരുൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലോചനയിലേക്ക് വന്നപ്പോൾ ഖുർആനിന്റെ സൂക്തം കേട്ടപ്പോൾ കരയുകയാണ്. സ്വഹാബികൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് ഞങ്ങൾ കേൾക്കും. വറവ് ചട്ടിയിൽ പൊരിയുന്ന ശബ്ദം കേൾക്കുന്നത് പോലെ അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുകാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതിന്റെ തേങ്ങുന്നതിന്റെ ശബ്ദം കേൾക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് ഇമാമായി നിസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതിയിട്ടുള്ള കരച്ചിൽ മൂന്നാമത്തെ സഫിൽ നിൽക്കുന്ന ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരായത്തിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ എന്ന ആയത്തിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് രാത്രി മുഴുവനും തേങ്ങി തേങ്ങി കരയുകയാണ്. സുബഹിയായത് അറിഞ്ഞില്ല. അപ്പോൾ മുൻഗാമികളായ ആളുകൾ ഖുർആനിലേക്ക് ലയിച്ചു ചേരുകയായിരുന്നു. അപ്പോഴാണ് ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ എന്ന ഖുർആൻ അവരിലേക്ക് സ്വാധീനിച്ചത്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊപ്പം ഖുർആനിന്റെ ആശയങ്ങളെ അറിയാനുള്ള പഠനം നടത്തണം. അപ്പോൾ ചിലർ വിചാരിക്കും, നാളെ മുതൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ട്രാൻസ്ലേഷൻ വാങ്ങി വായിക്കാം, എന്നാൽ ഖുർആനിന്റെ ആശയം പഠിയുമല്ലോ. ഇല്ല, ഖുർആനിന്റെ ആശയം പഠിക്കാനുള്ള മാർഗമല്ല പരിഭാഷ. കാരണം ഇറങ്ങിയിട്ടുള്ള പരിഭാഷകളിലെല്ലാം ഖുർആനിന്റെ മൂല്യത്തെ ഇല്ലാതെയാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്ന് ഖുർആനിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന 99% ആളുകളും ഖുർആനിന്റെ ഭാഷയായ അറബി അറിയാത്തവരാണ്. അവരാരുടെയോ പരിഭാഷ വായിച്ചിട്ട് ഇതാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് ഖുർആനിനെ വിമർശിക്കേണ്ടി വന്നത്. ഖുർആനിന്റെ ആശയം അവരറിയുന്നില്ല. അതിന് മലയാളത്തിലെ ഏകദേശമുള്ള പരിഭാഷകളും പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കാലത്ത് ഒരു സംഘം വിദ്യാർത്ഥികൾ ഒരു പഠനം നടത്തിയിരുന്നു. ഖുർആനിന്റെ പരിഭാഷകളിൽ എഴുതി വെച്ചിട്ടുള്ള അബദ്ധങ്ങളായിരുന്നു ഞങ്ങൾ പരിശോധിച്ചത്. അതിൽ കാണാം, ഖുർആനിലെ ഒന്നാമത്തെ ആയത്തിന് തന്നെ എഴുതിയിട്ടുള്ള പരിഭാഷ ഒരു സമ്പൂർണ്ണ ആശയം തരാത്തതാണ്. ഉദാഹരണമായി പറയാം, പരമകാരുണികനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു സമ്പൂർണ്ണ ആശയം തരാത്ത, ഒരു പൂർണ്ണാശയം തരാത്ത
സെന്റൻസ് ആണ്. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെയാണോ? അല്ല. പരിഭാഷ അങ്ങനെ ഉള്ളൂ. ഇനി മലയാളികളായ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പരമകാരുണികനും കരുണാനിധിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അല്ലെങ്കിൽ പരമകാരുണികനും കരുണാവാരിധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റഹ്മാനും റഹീമിനും കൊടുത്ത പരിഭാഷയാണത്. റഹ്മാനും റഹീമും എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് വേണമെങ്കിൽ കരുണാകരനും കരുണാനിധി എന്ന് പറയാം. കഴിഞ്ഞു പോയ 2 പഴയ മുഖ്യമന്ത്രിമാരെന്ന് പറയേണ്ടി വരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളാകുന്ന റഹ്മാനും റഹീമും പറയാൻ യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഒറ്റ വാക്കുകളില്ല. പറഞ്ഞങ്ങ് പോവുകയാണ്. ഇൻ ദി നെയിം ഓഫ് അല്ലാഹ് മോസ്റ്റ് മേഴ്സിഫുൾ ആൻഡ് ഗ്രേഷ്യസ്. എന്താണ് മേഴ്സിഫുൾ ആൻഡ് ഗ്രേഷ്യസ് തമ്മിലുള്ള വ്യത്യാസം? ബഹുത്ത് മെഹർബാനി ഹേ ഓർ റഹീം വാലാ ഹേ. എന്താണ് വ്യത്യാസം? അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂക്തമായി നമ്മൾ പാരായണം ചെയ്യുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതിന് പോലും ശരിയായ ഒരു ആശയം പകർന്നു തരാൻ പല പരിഭാഷകൾക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഖുർആൻ പഠിക്കേണ്ടത് പരിഭാഷകളിലൂടെയല്ല. ഇനി ഒരുപാട് ഓരോ ട്രാൻസ്ലേഷനുകൾ എടുത്തു വെച്ചുകൊണ്ട് പറയാനുണ്ട്. സമയം വേണ്ട പോലെ ഇപ്പോൾ എടുത്തുകൂടാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരാൾ എഴുതിയ പരിഭാഷ സാധാരണ മൊബൈലിലെ ആപ്പുകളിലൊക്കെ ഉള്ളതാണ് ആ പരിഭാഷ. അതിലെന്താ ഹാമീം, യാസീൻ, ത്വാഹ, കാഫ, യാ ഐൻ തുടങ്ങിയുള്ള അക്ഷരങ്ങളുടെ അടുക്കൽ അഥവാ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ അധ്യായങ്ങൾ അത് ഖുർആനിന്റെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമാണ്. അതിന് അദ്ദേഹം എഴുതിയ പരിഭാഷ എന്താണെന്നറിയോ? ശ്രദ്ധ ക്ഷണിക്കലിന് വേണ്ടിയുള്ള കേവല അക്ഷരം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഹാം, ഹാമീം, ഇടയ്ക്ക് ഖാഫ്, ഇടയ്ക്ക് സ്വാദ്, ശ്രദ്ധ ക്ഷണിക്കലിന് വേണ്ടിയുള്ള കേവല അക്ഷരം എന്നാണ് എഴുതിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു ഖുർആൻ പരിഭാഷ എഴുതി. അതിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ പരിഭാഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണ്? ഒന്ന്, ഒരുപാട് പരിഭാഷകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്കൾ, അവിടുന്ന് എന്നിങ്ങനെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതൊന്നും ഖുർആനിന്റെ മൂല്യത്തോട് നിരക്കുന്നതല്ല. അവിടെയെല്ലാം നീ, അവൻ എന്നിങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്. അങ്ങനെ പ്രയോഗിച്ചുകൊണ്ട് നീതി പുലർത്തിയ ആദ്യത്തെ പരിഭാഷ എന്നാണ് അതിന് അദ്ദേഹം കൊടുത്ത വിശേഷണം. ഇങ്ങനെ ഓരോന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിനെ, അതുപോലെ ഏകദേശമുള്ള മലയാള പരിഭാഷകളിൽ ഉണ്ടത് എന്താണ്? അല്ലാഹു തആല അർശിന്മേൽ അധികാരസ്ഥനായി എന്ന് വേണമെങ്കിൽ പ്രാഥമികമായി പറയാവുന്ന ആയത്തിന് എഴുതിയിട്ടുള്ള പരിഭാഷകൾ അല്ലാഹു അർശിന്മേൽ ആസനസ്ഥനായി എന്നാണ്. ആസനം എന്ന് പറഞ്ഞാൽ എന്റെ പരിഭാഷ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ ആ അവയവം കൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പരിഭാഷകളിലുള്ള അബദ്ധങ്ങളാണിത്. ഇതൊന്നും 2 10 അല്ല. സിയാഉദ്ദീൻ സർദാർ അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പോ ഒരു അധ്യായമുണ്ട്. അദ്ദേഹം ഖുർആനെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും നമുക്ക് യോജിപ്പില്ല. അപ്പൊ അവിടെയും ഒരു ഖുർആനിന്റെ ഒരു വാചകത്തെ വിശദീകരിക്കാൻ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പഠിക്കണം. അല്ലാതെ കേവലം ഒരു വേർബൽ ട്രാൻസ്ലേഷൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്? അതിനാണ് മുൻഗാമികളായ ഖുർആൻ വ്യാഖ്യാതാക്കളായ ഇമാമുകൾ ആവശ്യമായ വിജ്ഞാന ശാഖകൾ മുഴുവനും ആർജിച്ചതിനു ശേഷം എഴുതിവെച്ച വ്യാഖ്യാനങ്ങളാണ് സ്വാലിഹീങ്ങളായ ഇമാമുകളുടെ തഫ്സീറുകൾ. ആ തഫ്സീറുകൾ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്ന വിശദീകരണങ്ങളിലൂടെ ഖുർആനിനെ പഠിക്കാനുള്ള മാസമാണ് റമളാൻ. അപ്പൊ ഞാൻ എങ്ങനെ പഠിക്കണം റമളാനിൽ ഖുർആനിനെ? പാരായണം ചെയ്യാൻ എനിക്ക് നേരം വേണം. രണ്ടാമത് എനിക്ക് ലഭിക്കുമെങ്കിൽ നല്ല ഒരു ആലിമിന്റെ അടുക്കൽ പോയി ഖുർആനിന്റെ ആശയം പഠിക്കണം. അതല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ നടത്തിയ ഖുർആൻ പ്രഭാഷണങ്ങളുണ്ട്. അതിൽ ഓരോ അധ്യായങ്ങൾ തന്നെ വേർതിരിച്ച് പറഞ്ഞവരുണ്ട്.
നമ്മുടെ ബഹുമാനപ്പെട്ട മർഹൂം മസ്ഊദ് സഖാഫി അവറുകൾ അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പല അധ്യായങ്ങളുടെയും ഖുർആൻ പ്രഭാഷണങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഷാഫി സഖാഫി ഉസ്താദിനെ പോലെ ആ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. അവരുടെ ഓരോ സൂറത്തിന്റെ തന്നെ വ്യാഖ്യാനങ്ങൾ മണിക്കൂറുകളുണ്ട്. ദിവസം ഒരു അരമണിക്കൂർ ഞാൻ ആ വ്യാഖ്യാനം ഒന്ന് കേൾക്കട്ടെ എന്ന നിലക്ക് സമയം ചെലവഴിച്ചാൽ ഖുർആനിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയാണ്. അപ്പോൾ നമുക്ക് ഖുർആനിന്റെ ആശയത്തിലേക്ക് എത്താം. പിന്നീട് നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയുടെ ആശയം മനസ്സിലേക്ക് വരും. ഖുർആൻ കേട്ടുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതിന്റെ ആശയം മനസ്സിലേക്ക് വരും. മഹാനരായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു മക്കത്തെ പള്ളിയിൽ ചെറുപ്പത്തിൽ തന്നെ ഇമാമത്ത് നിന്നയാളാണ്. 7 വയസ്സിൽ ഹിഫ്ളാക്കിയില്ലേ? 10 വയസ്സിൽ 10,000-ലേറെ ഹദീസ് മനപ്പാടമാക്കിയില്ലേ? മഹാനവറുകൾ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ മക്കത്തെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാറുണ്ട്. അന്നുള്ള കാരണവന്മാര് പറയും, നമുക്ക് വേഗം പോകാം. ആ ഖുറൈശി കുട്ടിയുടെ പിന്നിൽ നിൽക്കുമ്പോ ഖുർആനിന്റെ ആശയം മനസ്സിലേക്ക് വരും. ആ ചിന്തയിൽ നമുക്കൊന്ന് നിസ്കരിക്കാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ റമളാനിന്റെ വിശേഷം 12 മാസങ്ങളിൽ ഈ ഒരു മാസം നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയാനുള്ള കാരണം, ഈ മാസത്തിലെ ഒരു ദിവസം അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു തന്ന ദിവസമുണ്ട്. ആ ഖുർആൻ എന്താണെന്ന് വിശദീകരിച്ചിട്ടാണ് പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇങ്ങനെയുള്ള ഖുർആൻ അവതരിച്ച മാസം നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഫല്യസുംഹു, അവൻ നോമ്പെടുക്കട്ടെ. ഖുർആനിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് നോമ്പ്. നമ്മൾ സാധാരണ തിരിച്ചാണ് മനസ്സിലാക്കുക. നോമ്പ് മാസം ആയതുകൊണ്ട് ഖുർആൻ ഓതാനാ, ഖുർആൻ മാസം ആയതുകൊണ്ട് നോമ്പെടുക്കാന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ശൈലി. അങ്ങനെ നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ നിങ്ങളുടെ നോമ്പിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഈ നോമ്പെടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവേണ്ടത്? ഈ ഒരു മാസം കഴിയുമ്പോൾ എന്താണ് വേണ്ടത്? ചിലര് റമളാനിന്റെ തലേന്ന് പോയി ഒന്ന് തൂക്കി നോക്കി വെയിറ്റ് എത്ര ഉണ്ടെന്ന്, പള്ള അളന്ന് നോക്കി കുമ്പ എത്ര ഉണ്ടെന്ന്. ഇനി ശവ്വാൽ മാസം 1-ാം തീയതി ഒന്നുകൂടി തൂക്കി നോക്കണം, ഒന്ന് അളന്ന് നോക്കണം. ചിലര് കുറഞ്ഞിട്ടുണ്ടാകും, ചിലർ റമളാനിന്റെ വിഭവം കൊണ്ട് കൂടിയിട്ടുണ്ടാകും. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഈ റമളാൻ കൊണ്ട് നിങ്ങൾ ശരിയായ മുത്തഖീങ്ങളായോ എന്ന് നോക്കണം. മുത്തഖിയായി എന്നതിന്റെ ഒരു ലക്ഷണം എന്താണ്? ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രയോറിറ്റി മാറിക്കിട്ടുമെന്നതാണ്. ഒരാൾ മുത്തഖിയായാൽ അയാളുടെ പ്രയോറിറ്റി ഈ ലോകത്തെ ജീവിതമല്ല, നാളത്തെ ജീവിതമാണ്. അതാണ് മുത്തഖിയുടെ ലക്ഷണം. ചിലര് പറയും, നമ്മളിവിടെ വന്നു തറാവീ ഇങ്ങനെ നിസ്കരിക്കാൻ പോണം, നോമ്പെടുക്കണം, കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം, അതിനിടയിൽ കുറെ കാര്യങ്ങളൊക്കെ റമളാനിൽ ചെയ്യണമെന്ന് എല്ലാ ഉസ്താദുമാരും പറയും. നമ്മൾ ഇവിടെ വന്നതെന്തിനാണ്? 4 കാശ് ഉണ്ടാക്കാൻ വന്നവരാണ്. ഈ ഉപജീവനത്തിന്റെ ഇടയിൽ നമ്മൾ നോമ്പെടുക്കണം, തറാവീ നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, സുബ്ഹാനല്ലാഹ് ചൊല്ലണം, ഹദ്ദാദ് ചൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാരമല്ലേ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ പ്രവാസം തെരഞ്ഞെടുത്ത് ഇവിടെ വന്ന് 30, 40, 50, 60 കൊല്ലം അധ്വാനിക്കുന്നത് ഞാനും എന്നെ ആശ്രയിക്കുന്ന 4, 5 ആളുകളും സുഖകരമായി ഒരു 30, 40 കൊല്ലം ജീവിക്കാനാണ്. ശരിയല്ലേ? നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കണ്? ഞാനും എന്നെ ആശ്രയിക്കുന്ന ഒരു 4, 5 ആളും സുഖകരമായി ഒരു 10-50 കൊല്ലം ഇവിടെ ജീവിക്കാൻ. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഉണ്ടോ? ഇതേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഖുർആൻ ഓതുന്നത് എന്തിനാണ്? നോമ്പെടുക്കുന്നത് എന്തിനാണ്? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്?
അവിടെ ചേറില്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആത്മീയമായ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അനന്തമായി നമ്മളെല്ലാവരും, ഞാൻ ഇന്ന് നോമ്പെടുത്തത് എന്തിനാണ്, ഞാൻ ഇന്ന് നിസ്കരിച്ചത് എന്തിനാണ്, എനിക്ക് അനന്തമായ പരലോകത്ത് ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കഴിയാൻ. 50 കൊല്ലമല്ല, 500 കൊല്ലമല്ല, 1000 കൊല്ലമല്ല, അനന്തമായി എനിക്കും എന്നെ ആശ്രയിക്കുന്നവർക്കും ചില കർമ്മങ്ങളിൽ, അടിസ്ഥാനപരമായ ആരാധനകളിൽ ഞാൻ നോമ്പെടുക്കുന്നത്, ഞാൻ നിസ്കരിക്കുന്നത് എന്തിനാ? എനിക്ക് ആരും എൻ്റെ കൂടെ വരാത്ത സമയത്ത് എനിക്ക് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അനന്തമായി സന്തോഷത്തോടെ ജീവിക്കാൻ. അതിനാണ് പ്രിയമുള്ളവരെ നമ്മൾ നോമ്പെടുക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി എന്തിനാണ് വേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ചിലപ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും വന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോ നമ്മുടെ ജനാസയുടെ അടുത്ത് നിസ്കരിക്കാൻ നമ്മുടെ കുടുംബാദികളിൽ ഒരാൾ പോലും വന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മളുടെ ജനാസ നമ്മുടെ കുടുംബത്തിലെ ഒരാളും കണ്ടുകൊള്ളണമെന്നില്ല. കോവിഡ് കാലത്ത് മരിച്ച എത്രയോ ആളുകളുണ്ട്, അവരെ കുടുംബങ്ങൾ കണ്ടില്ല. അവരുടെ ശരീരത്തിന്റെ അടുത്ത് നിന്ന് കുടുംബാദികൾ ഒരാളും നിസ്കരിച്ചില്ല. ചിലപ്പോൾ പിന്നീട് അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും സിയാറത്തിന് ഖബറിൽ വന്നിട്ടില്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അതാ ഒരു ഹജ്ജ് വേളയിൽ ഞങ്ങളുടെ നാട്ടുകാരനായ സുൽഫീഖർ നഈമി അവர்கள் മരണപ്പെട്ടു പോയി. അല്ലാഹു പാരത്രികമായ പദവികൾ നൽകട്ടെ. അദ്ദേഹത്തെ സൗദി അറേബ്യയിലെ ഹാജിമാര് മരണപ്പെട്ടാൽ മറമാടുന്ന മുഅയ്സിമിൽ മറമാടി. ആ കുടുംബത്തിൽ നിന്ന് ആർക്കെങ്കിലും പിന്നീട് അവിടെ വരാനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ കൂടെ ആ ഹജ്ജിനുണ്ടായിരുന്ന ഉമ്മ, ആ ഉമ്മാന്റെ ജനാസ കിട്ടിയിട്ടേ ഇല്ല. DNA ടെസ്റ്റ് നടത്തിയിട്ട് ഞങ്ങൾ കണ്ടെത്തി മറമാടി എന്നൊരു വിവരമല്ലാതെ ആ ഉമ്മാനെ കാണാൻ കുടുംബത്തിലാർക്കും കഴിഞ്ഞില്ല. കൂടെ ഹജ്ജിന് വന്ന ഭർത്താവിന് കഴിഞ്ഞില്ല. ഒപ്പമുണ്ടായിരുന്ന മകന് കഴിഞ്ഞില്ല. ഇതുപോലെ എത്രയെത്ര ഉദാഹരണം പറയാനുണ്ട്. നമ്മളെല്ലാം ഒടുവിൽ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മുടെ കൂടെ വരാൻ വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്രമുഖ വ്യാപാരി, പരകോടിപതിയായ സമ്പന്നനായ മനുഷ്യൻ സ്വയം വെടിയുതിർത്ത് മരിച്ചു എന്നാണ് വാർത്തകളിൽ നമ്മൾ കണ്ടത്. അയാളുടെ ശരീരം ഒരു പെട്ടിയിൽ കയറ് കെട്ടിയിട്ട് കൊണ്ടുപോയി ബംഗളൂരുവിലെ അയാളുടെ പറമ്പിൽ ഒരു കുഴിയിൽ കിടത്തിയപ്പോൾ ഇനി ഇയാൾ ഒറ്റയ്ക്കെവിടെ എന്നൊരു ടൈറ്റിൽ ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി ഇയാൾ ഒറ്റയ്ക്കെവിടെ, തനിച്ചാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് അയാളുടെ മാത്രം അവസ്ഥയല്ല. ഈ ദുനിയാവിൽ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ മാറി മാറി സഞ്ചരിച്ചയാളാണ്. ചെറിയ പ്രായത്തിൽ സ്വന്തം ഫ്ലൈറ്റ് വാങ്ങിയ ആളാണ്. പല രാജ്യങ്ങളും ബന്ധിച്ച ബിസിനസ്സുകളുടെ അധിപനാണ്. പക്ഷേ ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് കുടുംബങ്ങൾ, കൂട്ടുകാർ കയറിൽ ആ പെട്ടി കെട്ടി ഇറക്കിയിട്ട് പറഞ്ഞു, ഇനി ഇവിടെ ഒറ്റയ്ക്കാണെന്ന്. ഇതുപോലെ നമ്മളും നാളെ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരു ഖബറുണ്ട്. ആ ഖബറിൽ നമ്മളെ കിടത്തിയിട്ട് പോകുമ്പോൾ മക്കള് പറയുന്ന ഒരു വാക്കുണ്ട്, കുടുംബങ്ങൾ പറയുന്ന ഒരു വാചകമുണ്ട്. വാപ്പാ മിൻഹാ ഖലഖനാകും, വാപ്പ ഇവിടുന്ന് വന്നതായിരുന്നു. വഫീഹാ നുഈദുകും, വാപ്പ ഇവിടേക്ക് തന്നെ വരേണ്ടയാളായിരുന്നു. വമിൻഹാ നുഖ്രിജുകും, നാളെ ഇവിടുന്ന് അങ്ങ് പടച്ചോന്റെ അടുത്തേക്ക് വന്നാ മതി. താറത്തൻ ഉഖ്റാ, വീണ്ടും നിങ്ങൾ വരേണ്ടത് ഇവിടുന്ന് തന്നെയാണ്. അല്ലാതെ ഒരു വാപ്പാന്റെയും ഖബറിന്റെ അടുക്കൽ നിന്ന് മക്കള് പിരിയുമ്പോ എന്റെ വാപ്പ ഇവിടെ
ഇവിടെ കിടക്കേണ്ട ആളല്ല, ഇവിടുന്ന് വന്നയാളല്ല, ഇങ്ങനെ പോവണ്ടയാളല്ലെന്ന് ലോകത്തൊരു മകനും വാപ്പയോട് യാത്ര പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളാ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോൾ അവിടുന്ന് ഒരു വിളി കേൾക്കും, വിഷമിക്കണ്ട, നിങ്ങളുടെ കൂട്ടിന് ഞാനുണ്ട്. ആ വിളിക്കുന്നതാരാണ്? അസ്സലാ. നിസ്കാരം വിളിച്ചിട്ട് പറയും, ഞാൻ കൂട്ടിനുണ്ട്, വിഷമിക്കണ്ട. നോമ്പ് വിളിച്ചിട്ട് പറയും, വിഷമിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂട്ടിന് ഇവിടെയുണ്ട്. സകാത്ത് വിളിച്ചിട്ട് പറയും, ഞാൻ നിങ്ങളുടെ കൂട്ടിന് ഇവിടെയുണ്ട്. ഹജ്ജ് വിളിച്ചിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൂട്ടിനുണ്ട്. ഖുർആൻ വിളിച്ചിട്ട് പറയും, ഇരുട്ടറയിലാണ് അല്ലേ, വെളിച്ചമായി ഞാൻ ഇവിടെയുണ്ട്. ഒറ്റയ്ക്കിങ്ങനെ കിടക്കുമ്പോൾ അവിടെ വന്യതയുടെയും വിജനതയുടെയും അനന്തമായ വിഷമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഇരുട്ടറയിലേക്ക് വെളിച്ചത്തോടെ കടന്നു വരാൻ ഒരു നേതാവുണ്ട്. അതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ശഫീഉൽ മുദ്നിബീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ, മുറാദുൽ മുസ്താഖീൻ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ അവിടെ വന്നൊന്നു നോക്കാൻ വേറെ ആരാണ്? ഒരു വെളിച്ചമായി വരാനുള്ള ഒരാൾ ആരാണ്? അതുകൊണ്ടല്ലേ ഖബറിലെ പ്രധാന ചോദ്യമാണ് ഇതാരാണെന്ന്. പ്രിയമുള്ള മുഅ്മിനേ, ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടേണ്ടത് എന്താണ്? ആ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഖബറിന്റെ ഉള്ളിൽ വെളിച്ചം കിട്ടാനുള്ള ഖുർആൻ പരമാവധി പാരായണം ചെയ്യുകയും അതിന്റെ ഉള്ളറകൾ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുമ്പോൾ അൽ ഖുർആൻ, ഖുർആൻ നമുക്കുള്ള ബുർഹാനാണ്, ഖുർആൻ നമുക്കുള്ള വെളിച്ചമാണ്, ഖുർആൻ നമുക്കുള്ള നേരം പോക്കാണ്, ഖുർആൻ നമുക്കുള്ള കൂട്ടുകാരനാണ്. ആ കൂട്ട് പിടിക്കാൻ നോമ്പെടുക്കണേ, ഖുർആൻ പാരായണം ചെയ്യണേ, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണേ. ഇത് കേവലം വയലു പറഞ്ഞു പോകാനുള്ളതല്ല, എന്റെ ഉള്ളിൽ വരേണ്ട ചിന്തയാണ്. എന്തിനാണ് ഞാൻ ഈ പട്ടിണി കിടക്കുന്നത്? അതേ, എനിക്ക് റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ആശയം ഏതാണ്? ലഅല്ലകും തത്തഖൂൻ, എനിക്ക് മുത്തഖിയായി മാറണം. എപ്പോഴെവിടെ വെച്ച് ഞാൻ മരണപ്പെടുമെന്നറിയില്ല. ഈ പെരുന്നാൾക്ക് ഞാൻ ഉണ്ടാകുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാളുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിക്കുന്ന കാലം നന്മയിൽ ജീവിക്കണം, ജീവിക്കുന്ന കാലം നല്ല കർമ്മങ്ങൾ ചെയ്തു ജീവിക്കണം. ഞാൻ ഈ റമദാനിന്റെ തൊട്ട് മുമ്പ് അങ്ങ് മുത്തേടത്ത് ഹിദായ എന്ന് ഞങ്ങളുടെ ഉസ്താദ് നടത്തുന്ന സ്ഥാപനത്തിന്റെ പരിപാടിക്ക് പോയപ്പോ തൊട്ടടുത്തു തന്നെയാണ് മസ്ഊദ് സഖാഫി അവർകൾ മറമാടപ്പെട്ട സ്ഥലം. ആണ്ടിന്റെ ദിവസമായപ്പോൾ കൂട്ടുകാര് വിളിച്ചു, അവിടെ ഒരു സിയാറത്തിന് വരണമെന്ന്. അദ്ദേഹത്തിന്റെ ജനാസ കണ്ടിട്ട് പിന്നെ ഖബറുങ്ങൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഖബറുങ്ങൽ എത്തിയപ്പോൾ അവിടെ വരുന്ന ജനങ്ങളുടെ എണ്ണം വിജനമായ സ്ഥലത്ത്, അങ്ങ് മഞ്ചേരിയുടെ അപ്പുറം എടക്കരക്ക് അപ്പുറം ഒരു ഉൾഗ്രാമത്തിലേക്ക് പല നാട്ടിൽ നിന്നും ഒരു 44കാരന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരുന്നു. എന്തേ? ആ ചെറിയ ജീവിതം കൊണ്ട് ഒരുപാട് നന്മ അദ്ദേഹം ചെയ്തു പോയി. സംഘാടകർ എനിക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മ പുസ്തകം തന്നു. ഞാൻ അതിന്റെ പല പേജുകളും ഒന്ന് വേഗം മറിച്ചു നോക്കി. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, അതാ ഒരു പെൺകുട്ടി എഴുതിയ ലേഖനമാണ്. സഹോദരിയുടെ മകളോ മറ്റോ ആയിരിക്കാം. ഏതായാലും ആ മകളോട് ചോദിക്കുന്നു, മോളെ, നീ ഖുർആൻ ദിവസം എത്ര ഓതാറുണ്ട്? അപ്പോൾ ഞാൻ തപ്പിക്കളിച്ചു, എനിക്ക് കൃത്യമായൊരു ഷെഡ്യൂള് പറയാനില്ല. അദ്ദേഹം ചോദിച്ചു, അല്ല മോളെ, എന്റെ തിരക്ക് നിനക്കറിയില്ലേ?
ഞാൻ ദിവസവും 5 ജുസ് പാരായണം ചെയ്യാറുണ്ട്. അതല്ലേ അദ്ദേഹത്തിന് ഇന്ന് ഖബറിൽ കിട്ടാനുള്ളത്. നമ്മൾ എത്ര പാരായണം ചെയ്യാറുണ്ടെന്ന് സ്വന്തം ആലോചിച്ചു നോക്കണം. ഖത്തറിൽ അദ്ദേഹം വന്നാൽ താമസിക്കുന്ന ഒരു കൂട്ടുകാരന്റെ റൂമിൽ ഒരിക്കൽ ഞാനും താമസിക്കാനെത്തി. ആ റൂമുകാരൻ പറഞ്ഞു, ഇവിടെ മസ്ഊദ് സഖാഫി അവர்கள் താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ എപ്പോൾ വരുമ്പോഴും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരിക്കും. അതേ ഖുർആൻ മനഃപ്പാഠമാക്കി നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ആശയം പഠിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു. അതിന്റെ ആത്മീയതയെ ജീവിതത്തിലേക്ക് പകർത്തി. 44 കൊല്ലമേ ഇവിടെ ജീവിച്ചുള്ളൂവെങ്കിലും 1000 ഹൃദയങ്ങളിൽ വെളിച്ചം പകർന്നു കൊടുത്തിട്ട് പോയി. ഞാൻ ആ പുസ്തകം എന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ പുസ്തകം മടിമുടിയൊന്ന് വായിച്ചപ്പോൾ ഇത്ര വലിയൊരു മനുഷ്യനായിരുന്നല്ലോ ഇപ്പോഴാണ് അറിയുന്നത്. ആ ജീവിതം എത്ര ധന്യമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മരിച്ചാൽ ഇതുപോലെ നന്മകൾ ബാക്കി വെച്ചു പോകാൻ നമ്മുടെ കയ്യിലുണ്ടോ? വേണമെങ്കിൽ നമ്മൾ അഅ്മാലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യണേ. ഇത് ഖുർആനിന്റെ മാസമാണ്. പാരായണം മുടങ്ങണ്ട. ഒരു ദിവസം ഒരായത്തിന്റെ ആശയമാണോ പഠിക്കാൻ കഴിയുന്നത്? അതിനുള്ള നേരം കണ്ടെത്തിയിട്ട് പഠിക്കുമ്പോൾ ഖുർആനിന്റെ ആശയം ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ, ഖുർആൻ പാരായണം കേൾക്കുന്ന സമയത്ത് അതിന്റെ ആശയങ്ങൾ വരുമ്പോ നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് തിരിയുമേ. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, റമദാനിന്റെ ഒബ്ജക്റ്റീവുകളിൽ ഒന്ന് ഖുർആനിനെ പ്രണയിച്ച് ചേർത്ത് പിടിക്കലാണ്. രണ്ടാമത്തത് എന്താണെന്നറിയുമോ? വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ ഫഇൻഹുമാ മഹദാ കന്നുസ്ഹ ഫത്തഹിമീ മൗലായ ഇങ്ങനെ മൗലായ ചൊല്ലിയ റമദാൻ വഅദൊക്കെ കഥയായി പോയി. ഇപ്പൊ നാട്ടിൻപുറങ്ങളിൽ പാതിരാ വഅദെവിടെ? പണ്ട് പായയും ചുരുട്ടി ഓലക്കണികൾ കൂട്ടിക്കെട്ടി വെളിച്ചം പകർന്ന് നടന്നുപോയി. പരിശുദ്ധ റമദാനിന്റെ രാവിൽ വഅദ് കേട്ട കഥ അത് കഥയായി പോയി. നാടുകളിലും നഗരങ്ങളിലുമെല്ലാം ഇന്ന് പുതിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കുന്ന മജ്‌ലിസുകൾ കുറഞ്ഞുപോയി. അള്ളാഹുവിനെ പറയുന്ന മജ്‌ലിസുകൾ കുറഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കുന്ന മജ്‌ലിസിൽ കൂടാൻ ആളുകൾ കിട്ടാതെയായി പോയി. ആത്മീയ കാര്യങ്ങൾ പറയാനും കേൾക്കാനുമുള്ളവർ കുറഞ്ഞുപോയി. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ ദുരന്തങ്ങളുടെയും കാരണം നമ്മൾ അല്ലാഹുവിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അകന്നു പോയതാണ്. റമദാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ട വലിയൊരു നേട്ടം എന്താണ്? നഫ്സിനോടുള്ള ജിഹാദ്. വജാഹിദിൻ നഫ്സ, എന്റെ നഫ്സിനോട് സമരം ചെയ്യാൻ ഞാൻ പഠിക്കുകയാണ്. ഇന്നലെ അത്താഴം കഴിഞ്ഞില്ല. രാവിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഭക്ഷണം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നിയന്ത്രിക്കാൻ പഠിച്ചുപോയി. ആ നിയന്ത്രണമാണ് മുജാഹദത്തുൻ നഫ്സ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പിന്റെ വിളിയുണ്ടെങ്കിലും ദാഹത്തിന്റെ പ്രയാസമുണ്ടെങ്കിലും ഒരു പാനീയത്തിലും വീഴാതെ ഒരു ഭക്ഷണത്തിലും കൊതിവെക്കാതെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഇത് നിനക്കുള്ള ട്രെയിനിങ് ആണ്. അടിസ്ഥാനപരമായി ഹലാലായ ഭക്ഷണമാണ്, അടിസ്ഥാനപരമായി ഹലാലായ പാനീയമാണ്. അതിൽ നിന്ന് പോലും നിന്നെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ
ഹറാമിൽ നിന്ന് നീ നിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിച്ചോ. അതിനാണ് റമദാൻ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെയുണ്ട്. ശാരീരികമായി ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഞാൻ നോമ്പുകാരനാണ്, നോമ്പുകാരിയാണ്, നിയന്ത്രിക്കാൻ പഠിച്ചു. ഇത് അടിസ്ഥാനപരമായി അനുവദിക്കപ്പെട്ട സന്തോഷമാണ് നിയന്ത്രിച്ചതെങ്കിൽ ഹറാമായ സന്തോഷങ്ങളിൽ നിന്ന് വിലക്കാൻ നീ നിന്നെ പഠിപ്പിക്കണം. അതിനാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനിനെ നീ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ലഅല്ലകും തത്തഖൂൻ, മുത്തഖിയായി മാറാൻ വേണ്ടിയാണ് റമദാൻ. ഈ റമദാൻ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ആത്മീയ കാര്യത്തിന് പ്രാധാന്യമുള്ള ആളായിട്ടുണ്ടോ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളായിട്ടുണ്ടോ എന്ന ഒരു പരിശോധനയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് റമദാനിന്റെ ലക്ഷ്യം നേടാനായി. النفس كالطفل تهمله شب على حب الرضاع وإن تفتمه ينفطمي مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم. റമദാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഹവൻ നഫ്സിനെതിരെ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പഠിക്കണം. അള്ളാഹ് അനുവദിച്ചതേ കാണൂ, അവൻ അനുവദിച്ചതേ കേൾക്കൂ, അവൻ അനുവദിച്ചവരുമായേ സമ്പർക്കമുള്ളൂ. എന്റെ ജീവിതം മുഴുവനും ലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതിയിൽ ക്രമീകരിക്കാനുള്ള പരിശീലനം നേടാനുള്ള മാസമാണ് റമദാൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജയിച്ചുപോയി, നമ്മൾ ഉന്നതരായി പോയി. ഞാൻ എൻ്റെ പ്രഭാഷണം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ രാവിലെ ജോലിക്ക് പോകേണ്ടവരായതുകൊണ്ട് വൈകിക്കുന്ന ദുരിതമല്ല. നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് ഇഷ്ടം വെക്കണം. റമദാനായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങിപ്പോയി. നിസ്കരിക്കാനുള്ള ഒരുക്കം, നോമ്പെടുക്കാനുള്ള ഒരുക്കം, ദാനധർമ്മത്തിനുള്ള ഒരുക്കം, മുദാറസത്തുൽ ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാമുമായി ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കാനും കേൾപ്പിക്കാനുമുള്ള ഒരുക്കം, സ്വഹാബത്തിന് ഖുർആനിന്റെ ആശയം പറഞ്ഞു കൊടുക്കാനുള്ള ഒരുക്കം. അവിടുന്ന് എന്തെല്ലാമാണ് ഒരു റമദാൻ കൊണ്ട് കാണിച്ചു തന്ന നന്മകൾ, അതിനെല്ലാമുള്ള ഒരുക്കം നടത്തിയ നേതാവ് മദീനത്ത് വിശ്രമിക്കുന്നുണ്ട്, നമ്മുടെ ഖൽബുകളിലുണ്ട്. ആ തിരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ ഇരുത്തിയിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരെയല്ല. നോമ്പെടുക്കാൻ പറഞ്ഞ സൂക്തം കഴിഞ്ഞ് അധികം വൈകാതെ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്റെ അടിമകൾ ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ തങ്ങള് പറയണം നബിയേ, ഇന്നീ ഖരീബ്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്തൊരായത്താണിത്, എന്തൊരു സൂക്തമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, തങ്ങളെ ഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നോട് തങ്ങളോട് ചോദിച്ചാൽ, ഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ, കാരുണ്യവാനായ റബ്ബ്, എന്റെ മക്കൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ റബ്ബ് പറയുന്നു എന്റെ അടിമകൾ. അതൊരു വാത്സല്യത്തിന്റെ വിളിയാണ്, അത് കരുണയുടെ പ്രയോഗമാണ്. ഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ തങ്ങളോട് ചോദിച്ചാൽ തങ്ങൾ പറയണം, അന്നീ, എന്നെ എവിടുന്നാണ് കിട്ടുക എന്നല്ലേ അവർ ചോദിക്കുന്നത്. ഞാൻ അവരുടെ ഉടമസ്ഥനല്ലേ, ഞാൻ അവരുടെ സ്രഷ്ടാവല്ലേ, ഞാൻ അവരുടെ പരിപാലകനല്ലേ. എന്നെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ തങ്ങൾ പറയണം, ഫഇന്നീ ഖരീബ്,
ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയണം തങ്ങളെ. അതെന്തിനാണ്? നമ്മൾ അല്ലാഹുവിനെ വിളിക്കാനുള്ള പ്രേരണയാണ്, അല്ലാഹുവിനോട് ചോദിക്കാനുള്ള പ്രേരണയാണ്. എന്നിട്ട് ഒരു ചോദ്യമുണ്ടാകും. റബ്ബ്, ലോകത്തിന്റെ രക്ഷിതാവ്, സൃഷ്ടാവ്, പരിപാലകൻ, അവനോട് ചോദിച്ചാൽ അവൻ തരാൻ എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ടാകാം. ഉദ്ഉനി, ഞാൻ സർവലോക രക്ഷിതാവാണെങ്കിലും എന്നെ നിങ്ങൾ വിളിച്ചോളൂ, എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ. അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ റെഡിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല റെഡിയാണ്. റമളാനിൽ അല്ലാഹു തആല ചോദിക്കും, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യാനുണ്ടോ? റമളാനിന്റെ ഒന്നാമത്തെ രാവ് തന്നെ സൃഷ്ടികളിലേക്ക് അല്ലാഹു പ്രത്യേകമായി ഒരു നോട്ടം നോക്കും. എന്നിട്ട് ആരെങ്കിലും എന്നോടടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ആ നോട്ടത്തിൽ ഒരു തൃപ്തിയുടെ നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ റമളാനിന്റെ ഒന്നാമത്തെ രാവിന് ലൈലത്തുൻ നളറ, അല്ലാഹുവിന്റെ പ്രത്യേക നോട്ടത്തിന്റെ രാവെന്നാണ് പറയുന്നത്. ഞാൻ ഈ റമളാൻ ഒന്നാം രാവ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ 10ാമത്തെ പേരക്കുട്ടിയായ ഒരു മഹാന്റെ അടുക്കലാണ് മഗ്‌രിബിനുണ്ടായിരുന്നത്. അദ്ദേഹം വലിയ തിരക്കിലാണ്. എന്താണ് തിരക്ക്? ഇത് ലൈലത്തുൻ നളറയാണ്. ഒന്നും മിണ്ടാ നേരമില്ല. അല്ലാഹുവിനോട് ചോദിക്കാനുള്ള സമയമാണ്. വേറൊരു വർത്തമാനവും കേൾക്കണ്ട, വേറൊരു സംസാരത്തിനും നേരമില്ല, കഥ പറഞ്ഞിരിക്കാൻ സമയമില്ല. ഇത് ലൈലത്തുൻ നളറയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങളുടെ കിതാബ് എടുത്തു. ആ ഭാഗം പറയുന്ന, ആ വിഷയം പറയുന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചു. പിന്നെ ദുആ ചെയ്തു. നിസ്കാരം കഴിഞ്ഞു. വേഗം നമ്മളെ പിരിച്ചുവിട്ടു. കാരണം അല്ലാഹുവിനോട് ചോദിക്കേണ്ട പുണ്യമേറിയ രാത്രിയാണ്. അന്ന് അവർക്ക് തിരക്കാണ്. എന്തിന്റെ തിരക്കാണ്? നിസ്കരിക്കാനുള്ള തിരക്കാണ്, ദുആ ചെയ്യാനുള്ള തിരക്കാണ്, അല്ലാഹുവിനോട് ചോദിക്കാനുള്ള തിരക്കാണ്, ഇസ്തിഗ്ഫാറിനുള്ള തിരക്കാണ്. അപ്പം നമുക്കും ഈ നന്മകളുടെ രാത്രിയിൽ അത്തരം കാര്യങ്ങൾക്കുള്ള തിരക്ക് വേണം. നമ്മുടെയൊക്കെ വീടുകളിൽ വിളിച്ചിട്ടൊരു കാര്യം പറയണം. അവസാനത്തെ 10 അല്ലാഹു തആല പ്രത്യേകം കരുണ ചെയ്യുന്ന 10 നാളുകളാണ്. അന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊരു സ്ത്രീയും ഒരു പുരുഷനും ഷോപ്പിങ്ങിന് പോവണ്ടെന്ന് പറയണം. നേരത്തെ തന്നെ വാങ്ങി വെച്ചോളൂ കുപ്പായം. ഒരു 5 ദിവസം കൊണ്ട് അളവ് മാറാനൊന്നുമില്ലല്ലോ, സ്റ്റൈല് മാറാനില്ലല്ലോ, രൂപം മാറാനില്ലല്ലോ. മലപ്പുറം പോലെ മുസ്ലിങ്ങൾ അധികരിച്ചുള്ള ജില്ലകളിൽ പോലും അവസാനത്തെ 10 ടെക്സ്റ്റൈലുകളുടെ ഷട്ടറുകൾ താഴ്ത്തിട്ടിട്ട് ആളുകൾ വന്ന് ക്യൂ നിൽക്കുകയാണ്. എന്തൊരു ദുരന്തമാണത്! കാരണം ഇതെന്നേ വാങ്ങിവെക്കാം. നല്ല ഇബാദത്ത് ചെയ്ത് ഖുർആൻ ഓതി കാത്തിരിക്കേണ്ട 10 നമ്മുടെ സമുദായം റോട്ടിലായി പോയി, തെരുവിലായി പോയി. എന്റെ ഭാര്യയും മക്കളും അങ്ങനെ ആവണ്ടാന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് തീരുമാനിച്ചുകൂടെ? നമ്മുടെ വീടുകളിലെങ്കിലും നേരത്തെ തന്നെ ഒരുക്കിയിട്ട് സയ്യിദുൽ വജൂദി വൽ കായിനാതി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 പിന്നെ ഇഅ്തികാഫിലേക്ക്, ദുആയിലേക്ക്, ഇൽതിജായിലേക്ക്, അല്ലാഹുവിനോട് തേങ്ങി തേങ്ങി ചോദിക്കുന്നതിലേക്ക് തിരിഞ്ഞുപോയി. അല്ലാഹു തആല നമുക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിലേക്ക് അടുക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ ഉസ്താദുമാരൊക്കെ ഖബറിലുണ്ട് റബ്ബേ. അവരുടെ ആരുടെയെങ്കിലും ഖബറിൽ വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നഊദു ബില്ലാഹ് ഈ സമയത്തു തന്നെ അത് നീക്കം ചെയ്തു കൊടുക്കണേ അല്ലാഹ്. നീ ഔദാര്യം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖാസിമിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി അല്ലാഹ്. ആ ഉമ്മാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന കൂട്ടുകാരനാണ്. ആ പ്രവർത്തനത്തിന്റെ ഒക്കെ ഒരു മിഥില സവാബ് ഉമ്മയ്ക്ക് നീ നൽകണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ, രോഗികളുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഉമ്മാനെ വിളിച്ചിട്ടാണ് വന്നത്. അവർക്കൊക്കെ ക്ഷീണങ്ങളുണ്ട് അല്ലാഹുവേ. അവരുടെ ആരുടെയും തണല് നീ വേഗം നീക്കിക്കളയല്ലേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ റബ്ബേ,
ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, രണ്ട് ലോകത്ത് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ഒരാളെയും ദൈവനിഷേധത്തിലോ ഷിർക്കിലോ കുഫറിലോ ബിദ്അത്തിലോ ഫിസ്കിലോ ഫസാദിലോ ആക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട്, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരാണ് മക്കളെ കുറിച്ച് കൂടുതൽ വേവലാതിയുള്ളവർ. ഒരു വിഷമത്തിലും നീ അകപ്പെടുത്തല്ലേ അല്ലാ. റബ്ബേ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ സാർവത്രികമായി വരുന്നു, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്ത് യുദ്ധക്കെടുതികൾ ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരുപാട് രാജ്യത്തെ ഒരുപാട് മനുഷ്യർ യുദ്ധങ്ങളിൽ, കെടുതികളിൽ, ആക്രമണങ്ങളിൽ നൊമ്പരപ്പെടുന്നുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. ഞങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത പാവങ്ങൾ എത്രയോ നാട്ടിലുണ്ട്, അവർക്ക് നീ റിസ്ക് നൽകണേ അല്ലാ. നീ ഔദാര്യം ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് തന്നതിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കണേ അല്ലാ. ഞങ്ങളെ നീ കൈവിടല്ല അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഖാത്തിമത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമയും റഈസുൽ ഉലമയും താജുൽ മുഹഖ്ഖീനും ഞങ്ങളുടെ മഹാനായ മുഹയ്യിസുന്ന ഉസ്താദും ഒക്കെ ശാരീരികമായ ക്ഷീണങ്ങളും രോഗങ്ങളുമുണ്ട്. റബ്ബേ, അവർക്കൊക്കെ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ തണൽ മരങ്ങളെ ഒക്കെ വേഗം വിളിച്ചാൽ ഞങ്ങൾ അനാഥരായി പോകും. അവരുടെ തണല് ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, ആ മഹാന്മാരുടെ തണലിൽ ദീർഘകാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ മഹാന്മാരായ ഉസ്താദുമാര് പ്രഖ്യാപിച്ച് ഞങ്ങളുടെ സെന്റിനറി സമ്മേളനം ഇസ്സത്തോടെ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിന്റെ സ്വതക്ക പദ്ധതിയിൽ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അതിന് പ്രവർത്തിക്കുന്നവർക്ക് നീ ഖബൂലിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഒക്കെ നിന്റെ മുഖറബീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഇഷ്ടക്കാരിൽ ചേർത്തു തരണേ അല്ലാ. ഈ മജ്ലിസ് ഖായിബാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള കവാടം പൊന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തോട് ഞങ്ങളുടെ കൽബൊന്ന് അടുപ്പിച്ചു തരണേ അല്ലാ. ഒരുപാട് തവണ അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ, മുവാജഹത്തിലെത്താൻ, അവിടുന്ന് ആത്മീയമായി അനുഭവിക്കാൻ, അവിടുത്തെ ഇഷ്ടത്തിന്റെ നോട്ടം കിട്ടാൻ നീ തുണയ്ക്കണേ അല്ലാ. ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം തരണേ അല്ലാ. ഞങ്ങൾ മരണപ്പെടുന്ന സമയം ഏറ്റവും നല്ല അസ്അദുൽ ഔഖാത്തായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാ, അസ്അദുൽ ഔഖാത്തായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയും ആ മഹബ്ബത്തിന്റെ വഴിയിൽ വളർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. മക്കളുടെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഉപ്പമാര് മജ്‌ലിസിലുണ്ട്. കുഞ്ഞുമക്കളുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ പൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. റബ്ബേ, ഒരു സെന്റ് ഏറ്റെടുത്ത മഹാനവറുകൾ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലമാക്കി ഇസ്സത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു ഫിൽസ് പോലും തരാനില്ലെങ്കിലും ഈ മജ്‌ലിസിനെ മഹബ്ബത്ത് വെച്ച് ഇവിടെ വന്നവരുണ്ട്. അവരെയും നീ ഖായിബാക്കല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ. കൈവിടല്ലേ അല്ലാ. ഉമ്മവങ്ങന്മാര് പല നല്ല ഉദ്ദേശവും മനസ്സിൽ വെച്ച് ആമീൻ ചൊല്ലുന്നുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. ഈ റമദാനിന്റെ രാവ് ഞങ്ങൾ നിന്നോട് താണുകയാണ്, ഇരക്കുകയാണ് റബ്ബേ. ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ. കൈവിടല്ലേ റബ്ബേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا يا غافر المذنبين.